നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു ചിന്ത പറയാം. അത് വെറുമൊരു ചിന്ത മാത്രമല്ല, ഇറ്റ്സ് എ സയൻറ്റിഫിക് ഫാക്റ്റ്. നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? മിക്ക ആളുകളും പറയുക വെള്ളമെന്നായിരിക്കും, അല്ലെങ്കിൽ രക്തം എന്നൊക്കെ ആയിരിക്കും, അതുമല്ലെങ്കിൽ മജ്ജ, മാംസം എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ 99.9999999999% ശൂന്യതയാണ്, വാക്യൂമാണ്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ആറ്റങ്ങൾ കൊണ്ട് എന്തൊക്കെ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആറ്റം അടിസ്ഥാന കണമായിട്ട് വരുന്ന എന്തൊക്കെ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ, ആ വസ്തുക്കളിലൊക്കെ 99.9999% ശൂന്യതയാണ്. കാരണം ഓരോ ആറ്റത്തിലുമുള്ളത് ഇത്രയും തന്നെ ശൂന്യതയാണ്. ഒരു ആറ്റത്തെ ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു ചെറിയ നാണയം കൊണ്ടുവച്ചിട്ടുണ്ട്. ആ നാണയമാണ് ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് കരുതുക. നിങ്ങൾ വെറുതെ ഒരു അനാലജിയായിട്ട് മാത്രം എടുത്താൽ മതി. ഒരു നാണയം ഒരിക്കലും ഒരു ന്യൂക്ലിയസ് ആകത്തില്ല. ഒരു വസ്തുവേ അല്ല ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു തരംഗം മാത്രമാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും തരംഗങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു തരംഗം. ഇത്രയും നിങ്ങൾ സങ്കല്പിച്ചല്ലോ. ഇവിടെ ഇലക്ട്രോൺ എവിടെയായിട്ട് വരും? ഇലക്ട്രോൺ ആ സ്റ്റേഡിയത്തിൻ്റെ ബൗണ്ടറി ലൈനിലൂടെ കറങ്ങി നടക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ്. അതായത് ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ നടുക്കുള്ള നാണയം പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അവിടെ കൂടെ പറക്കുന്ന ഈച്ചയാണ് ഇലക്ട്രോൺ. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ള 99.9999% ശൂന്യതയാണ്. പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സകല വസ്തുക്കളിലേക്ക് നോക്കൂ. അവിടെ അങ്ങനൊരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഈ ഇരിക്കുന്ന കസേര, ആ കസേരയിൽ പോലും അത്രയും മാത്രം ശൂന്യതയുണ്ട്. അതങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. ഞാനെന്ന മനുഷ്യൻ പോലും ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ ഒരു പദാർത്ഥങ്ങളും ഉണ്ടാകില്ല. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? അതോ ഇതൊക്കെ മിഥ്യയാണോ? ഇത് വെറും ഇല്യൂഷനൊന്നുമല്ല, ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ ഇങ്ങനെയായി? ശൂന്യത എന്തുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല? അതിൻ്റെ കാരണം ഒരു ഇലക്ട്രോണിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം കാരണമാണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ആ സ്വഭാവമില്ലായിരുന്നെങ്കിൽ നമ്മളില്ലെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുക്കളുമില്ല. ശൂന്യത മാത്രമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. 1920കളിൽ ഗവേഷകർ നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കാരണം അതിലൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ റോ, ആ നിരയിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം 2 മാത്രം. അതിന് തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ റോ, അവിടെ 8 എലമെൻറ്റുകളുണ്ട്. അതിന് താഴെയുള്ള റോയിൽ 8 എലമെൻറ്റുകളുണ്ട്. അതിന് താഴെയുള്ളതിൽ 18 എലമെൻറ്റുകളുണ്ട്. അതിന് താഴെയുള്ള റോയിൽ 18 എലമെൻറ്റുണ്ട്. അതിന് താഴെ 32 എലമെൻറ്റുണ്ട്. ഇത് വെറുതെ അങ്ങ് നിരത്തി വച്ചിരിക്കുന്ന എലമെൻറ്റുകളല്ല. അവിടെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. മുകളിൽ 2, പിന്നെ 8, പിന്നെ 8, പിന്നെ 18, പിന്നെ 18, പിന്നെ 32. ഞാനിപ്പോൾ 2 പ്രോബ്ലംസ് പറഞ്ഞു. ഈ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലമല്ല. ഈ രണ്ടിൻ്റെയും ഉത്തരം ഒന്നാണ്. ആ ഒന്നായിട്ടുള്ള ഉത്തരം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു ഉത്തരമല്ല. പക്ഷേ സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാനത് ലഘൂകരിച്ച് പറയാൻ ശ്രമിക്കാം. ആദ്യം നിങ്ങൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ സങ്കല്പിക്കുക. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ട്. മുൻപുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ അതൊന്നും പന്ത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ പോലെയോ ഉള്ള വസ്തുവല്ല. മറിച്ച് അതെല്ലാം തരംഗമാണ്. ഇലക്ട്രോൺ ഒരു തരംഗമാണ്, പ്രോട്ടോൺ ഒരു തരംഗമാണ്, അതുപോലെ ന്യൂട്രോണും ഒരു തരംഗമാണ്. അതിൻ്റെ കൂടുതൽ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഒന്ന് പരിശോധിക്കുക.
അപ്പോൾ മധ്യഭാഗത്ത് ന്യൂക്ലിയസിൻ്റെ ഒരു തരംഗം, അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോണിൻ്റെ ഒരു തരംഗം. ഇത് വളരെ സിമ്പിളാണ്. അടുത്ത രണ്ടാമത്തെ എലമെൻറ്റ് നമുക്കെടുക്കാം. അത് പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ എലമെൻറ്റ്, അത് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ പ്രത്യേകത, അവിടെ 2 ഇലക്ട്രോണുണ്ട്, മധ്യഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോണുകളും ഒരേ ഓർബിറ്റിൽ തന്നെയാണുള്ളത്. 2 ഇലക്ട്രോണുകൾക്കും ഒരേ ഓർബിറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു സോഫ സങ്കല്പിക്കുക. ആ സോഫയിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരാൾക്ക് മാത്രം ഇരിക്കാം. അതാണ് ഹൈഡ്രജൻ്റെ കേസ്. പക്ഷേ ഹീലിയത്തിൻ്റെ കേസിൽ 2 പേർക്ക് ഒരേപോലെ സുഖമായിട്ട് ഇരിക്കാം. ആ 2 ഇലക്ട്രോണുകളും അവിടെ ഇരിക്കുന്നുണ്ട്. ഹീലിയം വരെ ഓക്കെ. മൂന്നാമത്തെ എലമെൻറ്റിനെ എടുക്കാം. മൂന്നാമത്തത് ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ പ്രത്യേകത, അതിന് 3 ഇലക്ട്രോണുകളുണ്ട്. പക്ഷേ ആ 3 ഇലക്ട്രോണുകൾക്കും ആ സോഫയിൽ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അവിടെ 2 പേർക്ക് ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് 2 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം കൂടെ നിങ്ങൾ തരണം. കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ എനിക്ക് ആ ഉത്തരത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലിഥിയത്തിൻ്റെ കേസിൽ മധ്യഭാഗത്ത് ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റിനുമായിട്ട് 2 ഇലക്ട്രോണുകൾ ഒരേ സോഫയിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ ഓർബിറ്റിലുണ്ട്. അതിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഓർബിറ്റിലാണ് അതിൻ്റെ മൂന്നാമത്തെ ഇലക്ട്രോണിൻ്റെ സ്ഥാനം. ആ ഇലക്ട്രോൺ ഒട്ടും സ്റ്റേബിളല്ല. അതിനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതവിടെ നിന്ന് തെറിച്ചു പോകും. ഹീലിയവും ലിഥിയവും തമ്മിലുള്ള വ്യത്യാസം ഒരൊറ്റ ഇലക്ട്രോണാണ്. പക്ഷേ 2 എലമെൻറ്റുകളുടെ സ്വഭാവം അടിമുടി അങ്ങ് മാറിപ്പോകും ആ ഒരൊറ്റ ഇലക്ട്രോൺ കാരണം. ഹീലിയം ഒരു ഇനേർട്ട് ഗ്യാസാണ്. അതങ്ങനെ ഒന്നുമായിട്ടും റിയാക്ട് ചെയ്യില്ല. പക്ഷേ ലിഥിയം അങ്ങനെയല്ല. ലിഥിയം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന എലമെൻ്റാണ്. കാരണം അതിൻ്റെ വെളിയിൽ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ലിഥിയത്തെ പിടിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാകും. കാരണം അത്രയും റിയാക്റ്റീവാണ്. ഹീലിയം നേരെ ഓപ്പോസിറ്റാണ്. അത് ഒട്ടും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. ഹീലിയത്തിൻ്റെ 2 ഇലക്ട്രോണുകൾ ഒരു മതിലിൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന 2 കുട്ടികളാണെന്ന് കരുതുക. അവരെ അങ്ങനെയൊന്നും തള്ളി താഴെയിടാൻ പറ്റില്ല. പക്ഷേ ലിഥിയത്തിൻ്റെ മൂന്നാമത്തെ ഇലക്ട്രോൺ ആ മതിലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു വികൃതി കുട്ടിയാണെന്ന് കരുതുക. ആ കുട്ടിയെ നമുക്ക് എളുപ്പം താഴെയിടാം. കാലി പിടിച്ചൊന്ന് വലിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് തള്ളുകയോ ചെയ്താൽ മതി. അത്ര എളുപ്പമാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ആ 2 ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ആ 2 കുട്ടികളെ നമുക്ക് തള്ളി നിലത്തിടാൻ പറ്റില്ല. നിങ്ങൾക്ക് ആധാർ കാർഡില്ലേ? എനിക്കുണ്ട് ആധാർ കാർഡ്. ആധാർ കാർഡിൽ ഒരു യുണീക്കായിട്ടുള്ള നമ്പറുണ്ട്. എനിക്ക് മാത്രമുള്ള ഒരു നമ്പർ. നിങ്ങൾക്ക് നമ്പറുണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇലക്ട്രോണുകൾക്കും ഒരു നമ്പറുണ്ട്. ആ നമ്പറാണ് ക്വാണ്ടം നമ്പർ. അത് ഒരു 4 ഡിജിറ്റുള്ള നമ്പറാണ്. ആദ്യത്തെ അക്കം അത് എനർജി ലെവൽ. ന്യൂക്ലിയസിൽ നിന്ന് എത്രമാത്രം ദൂരെ മാറിയാണ് ആ ഇലക്ട്രോൺ നിൽക്കുന്നത്, ആ വിലയാണ് എനർജി ലെവൽ. രണ്ടാമത്തത് ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തരംഗത്തിന് ഒരു ഷേപ്പുണ്ട്. ഓരോ ഇലക്ട്രോണിനും വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളുണ്ട്. ആ ഷേപ്പ് ഏതാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല ഷേപ്പുകളുണ്ട്. ഡംബലിൻ്റെ രൂപത്തിലുള്ള, നമ്മൾ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ഡംബലിൻ്റെ ഷേപ്പുണ്ട്. ഒരു ഗോളത്തിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. നാലാമത്തെ അക്കം, അതാണ് വളരെ പ്രധാനപ്പെട്ടതും മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളതും. അത് സ്പിന്നാണ്. സ്പിന്നെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുത്തയ്യ മുരളീധരൻ്റെയോ അല്ലെങ്കിൽ ഷെയ്ൻ വോണിൻ്റെയോ ഒക്കെ രൂപമായിരിക്കും. അവർ പന്ത് സ്പിൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. സ്പിന്നേഴ്സ് എറിയുന്നത് പോലുള്ള പന്തിൻ്റെ കറക്കമേ അല്ല ഇലക്ട്രോണിൻ്റെ കറക്കം. ഇലക്ട്രോൺ അങ്ങനെ പന്ത് കറങ്ങുന്നത് പോലെ കറങ്ങിയിരുന്നെങ്കിൽ ആ കറക്കത്തിൻ്റെ വേഗത ശരിക്കും പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതലായേനെ. അതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല. അങ്ങനൊരു വേഗത അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനൊരു കറക്കവും അവിടെ ഇല്ല. സ്പിന്നെന്ന് പറയുന്നത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്, മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ശരിക്കും ഇലക്ട്രോണിൻ്റെ ഡിറക്ഷനാണ്. മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്, 2 ഡിറക്ഷനേ ഉള്ളൂ. പോസിറ്റീവ് ഹാഫ് എന്നും നെഗറ്റീവ് ഹാഫ് എന്നും നമ്മൾ പറയും. സ്പിന്നിനെക്കുറിച്ച് മനസ്സിലാക്കാൻ 1922 നടത്തിയ വളരെ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയാം. ഓട്ടോ സ്റ്റേണും വോൾട്ടറും ചേർന്നിട്ടാണ് ആ പരീക്ഷണം നടത്തിയത്. അതിനുവേണ്ടി അവർ സിൽവർ ആറ്റങ്ങളെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഷൂട്ട് ചെയ്തു. അതിൻ്റെ എതിർഭാഗത്തായിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സ്ക്രീനുമുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് കാണാം എവിടെയൊക്കെയാണ് ഈ ആറ്റങ്ങൾ വന്ന് പതിച്ചതെന്ന്.
എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരേപോലെ തന്നെ ഈക്വലി അതങ്ങ് സ്പ്രെഡ് ആകുമെന്നാണ്. പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല. കുറച്ച് ആറ്റങ്ങൾ മുകൾ ഭാഗത്തേക്ക് പോയി, കുറച്ച് ആറ്റങ്ങൾ താഴ്ഭാഗത്തേക്ക് പോയി. ഈ പരീക്ഷണം കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് ആ ലബോറട്ടറി ശാന്തമായിരുന്നു, പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു. കാരണം ആർക്കും അത് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല. ആറ്റങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറിയത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ശരിക്കും സ്പിന്നായിരുന്നു. എന്നാൽ അതങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചു കാലം കൂടെ വേണ്ടി വന്നു. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് നെതർലൻഡിലെ 2 വിദ്യാർത്ഥികളായ സാമുവൽ ഗുഡ്സ്മിത്തും ജോർജും ചേർന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തി. ഇലക്ട്രോൺസിന് ഡിറക്ഷനുണ്ട്. അത് കുറച്ച് വിചിത്രമായിട്ടുള്ള ഡിറക്ഷനാണ്. ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. ആ ഡിറക്ഷനെ, ആ പ്രോപ്പർട്ടിയെ അവർ സ്പിൻ എന്ന് വിളിച്ചു. ഒന്നുകിൽ പോസിറ്റീവ് ഹാഫാണ് അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫാണ് അതിൻ്റെ വാല്യൂ. ഈ പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും ശരിക്കും ആ വിദ്യാർത്ഥികൾ പ്രപ്പോസ് ചെയ്തതല്ല. അവർ ആ ക്യാരക്ടർ കണ്ടെത്തിയെന്ന് മാത്രം. ശരിക്കും പോസിറ്റീവ് ഹാഫെന്നും നെഗറ്റീവ് ഹാഫെന്നും പറഞ്ഞത് ഡൈറാക്കാണ് 1928. അതിൻ്റെ കൂടെ തന്നെ ഡൈറാക്ക് ഒരു കാര്യം കൂടെ പ്രപ്പോസ് ചെയ്തു. ഇലക്ട്രോണിനെ പോലെ തന്നെയുള്ള, നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള മറ്റൊരു പാർട്ടിക്കിളുണ്ട്. ആൻറ്റി മാറ്റർ എന്ന് നമുക്ക് പറയാം. ഇലക്ട്രോണിൻ്റെ ആൻറ്റി മാറ്റർ പൊസിട്രോൺ. ഇലക്ട്രോണിൻ്റെ അതേ സ്വഭാവങ്ങളൊക്കെ തന്നെയാണ് അതിന് കാണിക്കാനുള്ളത്. പക്ഷേ അതിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ നേരെ വിപരീതമാണ്. ആദ്യം ആളുകൾ ഇത് വെറും ഊഹാപോഹമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വെറും 4 വർഷം കഴിഞ്ഞപ്പോൾ പൊസിട്രോൺ വെറും ഒരു തിയറി എന്നതിനുപരിയായി അത് കണ്ടെത്തുക കൂടി ഉണ്ടായി. ഇനി നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലിലേക്ക് വരാം. 1924 എഡ്മണ്ട് സ്റ്റോണർ ഒരു പ്രൊപ്പോസിഷൻ നടത്തി. ഒരു ആറ്റത്തിൻ്റെ ഒരു ഓർബിറ്റലിൽ, അതായത് ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്ന ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണിനും വ്യത്യസ്തമായിട്ടുള്ള ക്വാണ്ടം ലെവലായിരിക്കും. അതായത് ഓരോ ഇലക്ട്രോണിൻ്റെയും ക്വാണ്ടം ലെവൽ ഡിഫറൻ്റ് ആയിരിക്കും. ഈ കണ്ടുപിടുത്തം ഒരു ഗവേഷകനിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കി, മറ്റാർക്കും ഉണ്ടാകാത്ത ഒരു സ്പാർക്ക്. അതാണ് എല്ലാത്തിൻ്റെയും ടേണിംഗ് പോയിൻ്റ്. ആ ഗവേഷകൻ്റെ പേരാണ് പൗളി. പൗളി കണ്ടെത്തിയിട്ടുള്ള കാര്യം കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഓരോ ഇലക്ട്രോണുകൾക്കും ഓരോ ക്വാണ്ടം ലെവലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്വാണ്ടം നമ്പർ ഓരോ ഇലക്ട്രോണുകൾക്കും അസൈൻ ചെയ്ത് കൊടുക്കാം. ആ ക്വാണ്ടം നമ്പറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ക്വാണ്ടം ലെവൽ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. ഓരോ ഇലക്ട്രോണുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ക്വാണ്ടം ലെവലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടം നമ്പർ ഓരോ ഇലക്ട്രോണിൻ്റെയും ഡിഫറൻ്റ് ആണ്. കുറച്ച് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ സിമ്പിളാക്കാം. ക്വാണ്ടം നമ്പർ ഓരോ ഇലക്ട്രോണിനും ഉണ്ടെന്നാണ് പൗളി പറഞ്ഞത്. ഓരോ ഇലക്ട്രോണിനും യുണീക്കായിട്ടുള്ള, അതായത് വേറെ ആർക്കും ഇല്ലാത്ത ഒരു യുണീക്കായിട്ടുള്ള നമ്പറുണ്ട്. അങ്ങനെ യുണീക്കായിട്ടുള്ള നമ്പർ ഉണ്ടെന്ന് പൗളി പറയാനുള്ള കാരണം എഡ്മണ്ട് സ്റ്റോണറിൻ്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. എഡ്മണ്ട് സ്റ്റോണർ പറഞ്ഞു, ഓരോ ഇലക്ട്രോണുകൾക്കും ഒരു നിശ്ചിത ക്വാണ്ടം ലെവലുണ്ട്. അത് ആ ഒരു ഇലക്ട്രോണിന് മാത്രമുള്ള ക്വാണ്ടം ലെവലാണ്. വേറെ ഇലക്ട്രോണുകൾക്ക് അതേ ലെവലിൽ തന്നെയുള്ള, അല്ലെങ്കിൽ അതേ ഓർബിറ്റിൽ തന്നെയുള്ള വേറെ ഇലക്ട്രോണുകൾക്ക് ആ ക്വാണ്ടം ലെവൽ ഇല്ല. അതിന് വേറൊരു ക്വാണ്ടം ലെവലായിരിക്കും. ഈ ക്വാണ്ടം ലെവൽ ഈ ക്വാണ്ടം നമ്പറിൻ്റെ ഒരു ഭാഗമാണ്. ഉദാഹരണത്തിന് 4532 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ക്വാണ്ടം നമ്പർ എന്ന് വെറുതെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് 4352. ഇതിലെ 5 എന്ന് പറയുന്ന നമ്പറാണ് ക്വാണ്ടം ലെവൽ എന്ന് കരുതുക. ആ 5 ഒരു ഇലക്ട്രോണിനേ ഉള്ളൂ. ആ ഓർബിറ്റിലുള്ള മറ്റൊരു ഇലക്ട്രോണിന് 5 അല്ല, അതിന് വേറൊരു നമ്പറാണുള്ളത്. ആ നമ്പർ ആ ഇലക്ട്രോണിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഓർബിറ്റിലുള്ള ഓരോ ഇലക്ട്രോണിനും ഓരോ യുണീക്കായിട്ടുള്ള ക്വാണ്ടം ലെവലുണ്ട്. ആ ക്വാണ്ടം ലെവൽ കാരണം ഉണ്ടാകുന്ന നമ്പർ, ക്വാണ്ടം നമ്പർ, അതുകൊണ്ട് തന്നെ യുണീക്കായിരിക്കും. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു ഭാഷ്യത്തിൽ ഞാൻ പറയാം. ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഇലക്ട്രോണിന് മറ്റൊരു ഇലക്ട്രോൺ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അതായത് ഒരേ സമയം 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു ഓർബിറ്റ് നിങ്ങൾ എടുക്കുക.
അതിനോട് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ് എടുക്കുക. ആ ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകൾക്കാണ് പരമാവധി ഇരിക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ റോയിൽ 2 എലമെൻറ്റുകൾ മാത്രമുണ്ടായത്. ആ 2 എലമെൻറ്റുകളുടെ പ്രത്യേകത, അതിൽ ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതിന് ശേഷം വരുന്ന മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ലിഥിയത്തിൽ 3 ഇലക്ട്രോണാണുള്ളത്. പക്ഷേ ആ 3 ഇലക്ട്രോണുകൾക്കും ഒരുമിച്ച് ഒരൊറ്റ ഓർബിറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം അവിടെ 2 ക്വാണ്ടം ലെവലുകൾ മാത്രമേ ഉള്ളൂ. ആ 2 ക്വാണ്ടം ലെവലുകളിൽ 2 ഇലക്ട്രോണുകൾക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ഒരു ഇലക്ട്രോണിന് അവിടെ ഇരിക്കാനുള്ള സ്ഥാനമില്ല. അതിന് കയറി ഇരിക്കാം, പക്ഷേ ഇരിക്കുന്നത് വേറൊരു ഇലക്ട്രോണിൻ്റെ മടിയിലായിരിക്കും. അതൊരിക്കലും പറ്റില്ലെന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ പോളി പറയുന്നത്. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വെളിയിൽ പോകേണ്ടി വരും. കുറച്ചുകൂടെ ദൂരെ, അതായത് ന്യൂക്ലിയസിൽ നിന്ന് കുറച്ചുകൂടെ ദൂരെയുള്ള മറ്റൊരു ഓർബിറ്റിൽ പോയി ഇരിക്കേണ്ടി വരും. അവിടെ കൂടുതൽ ക്വാണ്ടം ലെവലുകളുണ്ട്, അതായത് കൂടുതൽ സീറ്റുകളുണ്ട്, കൂടുതൽ ഇലക്ട്രോണുകൾക്ക് വന്നിരിക്കാം. സീറ്റ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഒരു അനാലജിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാത്തമെറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റത്തുള്ളൂ. അത് സാധാരണക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ സീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സീറ്റ്, അവിടെ സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് വന്ന് ഇരിക്കാൻ പറ്റും. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണമാണ് 99.999999% ശൂന്യത നമ്മുടെ ശരീരത്തിലും ഇവിടെയുള്ള സകല വസ്തുക്കളിലും ഉണ്ടായിട്ടും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്. വലിയ ശൂന്യതയുണ്ട്, പക്ഷേ ഈ ഇലക്ട്രോണുകളെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. ഇതിനിടയിലുള്ള ആ ഒരു വാക്യൂവത്തിലേക്ക് ഇലക്ട്രോണുകളെ പുഷ് ചെയ്യാൻ പറ്റില്ല. ആ ഇലക്ട്രോണുകളുടെ ഓർബിറ്റിന് വെളിയിലായിട്ട് വേറെയും ഓർബിറ്റ് ഉണ്ട്, കുറച്ചുകൂടെ വലിയ ആറ്റമാണെങ്കിൽ. ആ ഭാഗങ്ങളിലൊക്കെ ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണിനെ അപ്പുറത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് വേറെ ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും ഈ ഇലക്ട്രോണിന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. കാരണം ആ ഇലക്ട്രോണുകൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരിക്കാതിരിക്കാനായിട്ടുള്ള ഫോഴ്സ് അവിടെ ഉണ്ടാക്കും. ആ ഫോഴ്സ് കാരണമാണ് നമുക്കൊരു വസ്തുവിൽ തൊടുമ്പോൾ ഒരു വസ്തുവിനെ തൊടുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇത്രയും ശൂന്യത ഉണ്ടായിട്ടും ആ ശൂന്യത നമുക്ക് അനുഭവപ്പെടാത്തത്, നമ്മൾ പൊള്ളയായിട്ട് നമുക്ക് തോന്നാത്തത് ആ ഒരു ഫോഴ്സാണ്. ഇലക്ട്രോണിൻ്റെ ഈ ഒരൊറ്റ സ്വഭാവം കാരണമാണ് നമുക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ള പദാർത്ഥങ്ങളൊക്കെ ഈ കാണുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു പദാർത്ഥമെന്ന് തോന്നിക്കുന്ന തരത്തിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനും ഉണ്ടാകില്ല, ഒരു ജീവജാലവും ഉണ്ടാകില്ല. ഇവിടെ ആറ്റങ്ങൾ കൊണ്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡികളും ഒന്നും ഉണ്ടാകില്ല. ഒരു കല്ലോ ഒരു മണ്ണോ ഒരു തടിക്കഷ്ണമോ ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ലായിരുന്നു. അതിൻ്റെ എല്ലാം കാരണം ഒരു ഇലക്ട്രോണിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, അല്ലെങ്കിൽ സ്വഭാവമാണ്. മറ്റൊരു രസകരമായ ശാസ്ത്ര വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.